ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5 ആപ്ലിക്കേഷൻസ് ആണ്, 5 യൂസ്ഫുൾ ആപ്ലിക്കേഷൻസ് ആണ്. സോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് വന്നേക്കാം. നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഫാക്ട് എന്നാണ്. അൾട്ടിമേറ്റ് ഫാക്ട് എന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തുള്ളതും ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്തതുമായിട്ടുള്ള ഫാക്റ്റുകളെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ക്രോൾ ചെയ്ത് അങ്ങ് പോയാൽ മതി, നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഫാക്റ്റുകൾ കാണാനായിട്ട് പറ്റും. ഏതിലെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒരു സമ്മറി കൊടുത്തിരിക്കും. ആൻഡ് നമുക്ക് ആ ഒരു ഫാക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് റീഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫാക്റ്റിനെ കുറിച്ചുള്ള ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. സോ അവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് അഡ്വർടൈസ്മെന്റ് കൂടുതലാണ്. അത് മാത്രമാണ് കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാത്ത പക്ഷം നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല, ഒരുപാട് തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. ആൻഡ് ഓൾസോ ഒരുപാട് തരത്തിലുള്ള ടോപ്പിക്കുകളും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളെ കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ബെസ്റ്റ് തന്നെയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ ആണ്. നോവ AI വാൾപേപ്പർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ നെയിം. ഒരുപാട് തരത്തിലുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതും എന്നാൽ യൂണിക് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നോവ AI വാൾപേപ്പർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അബ്സ്ട്രാക്റ്റ് ആയിട്ടും യൂണിക് ആയിട്ട് നിൽക്കുന്ന വാൾപേപ്പേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന്. ഒരു തരത്തിലുള്ള ക്വാളിറ്റി ലോസും നമുക്ക് സെറ്റ് ചെയ്താലും അതേസമയം ഡൗൺലോഡ് ചെയ്താലും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിലി കയറി വാൾപേപ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ കുറച്ചൊന്ന് സ്ലോ ആണ്, കാരണം ഇതൊരു ഡെവലപ്പിംഗ് ആപ്ലിക്കേഷൻ ആണ്. ആകെ ഒരു 500 ഡൗൺലോഡ്സ് എന്തേ ഇതിൻ്റെ അകത്തുള്ളൂ. ബട്ട് ഫ്യൂച്ചറിൽ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഇതെല്ലാം ക്ലിയർ ആകും. എനിവേ വാൾപേപ്പേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മൂന്നാമത്തേത് ഒരു മ്യൂസിക് ആപ്ലിക്കേഷൻ ആണ്, റീമ്യൂസിക് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ അല്ലാത്തൊരു ആപ്ലിക്കേഷൻ ആണ്. ബട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴി കയറി ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. റീമ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ വി മ്യൂസിക്കിന്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. വി മ്യൂസിക്കിനേക്കാളും റീജിയണൽ സോങ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂസിക് കളക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. അത് മാത്രമല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ലാഗോ ഗ്ലിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് ഓൾസോ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ല, അതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. എനിവേ നിങ്ങൾക്ക് മ്യൂസിക് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നാലാമത്തെ ആപ്ലിക്കേഷന്റെ നെയിം എന്ന് പറയുന്നത് മോയെ ലോഞ്ചർ എന്നാണ്. മോയെ ലോഞ്ചർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോഞ്ചർ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ കയറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ക്ലോക്കിന്റെ വിഡ്ജറ്റും അതുപോലെ തന്നെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് ഒരു സെർച്ചിന്റെ ഒരു വിഡ്ജറ്റും കാണാം. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കണം. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് അവർ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആയിട്ട് വരും. സോ നമ്മുടെ ഫൈനൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ അല്ല, ഒരു ഗെയിമാണ്, മെക്കോറാമ എന്ന് പറയുന്നത് ഒരു ടൈം കില്ലിംഗ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ലെവൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയതിനു ശേഷം സ്റ്റാർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും മേളിലും താഴെയിട്ടൊക്കെ ഓരോ സ്റ്റാർസുകൾ കൊണ്ട് വെച്ചിരിക്കും. നമ്മൾ അതിനെ കറക്റ്റായിട്ട് വഴി കാണിച്ചു കൊടുത്ത് ആ ഒരു സ്റ്റാർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഗെയിം. ബട്ട് ഓരോ ലെവൽസ് കഴിയും തോറും ഈ ഒരു സ്റ്റാർ കളക്ട് ചെയ്യുക എന്നുള്ളത് ടഫായിട്ട് വരുന്നതാണ്. സോ എപ്പോഴും ഈ ആപ്ലിക്കേഷൻസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോറല്ലേ, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഗെയിം ഒന്ന് ആഡ് ചെയ്തത്. എനിവേ ഈ ഒരു ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10-20 MB എന്തേ ഉള്ളൂ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആപ്ലിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസ് എല്ലാം ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഈ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നവരത്തേക്കും ബൈ.